നമസ്കാരം. ഇന്നിതുവരെ ആരംഭിക്കുന്നു. ഞാൻ അനുജ. എനിക്കൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും. ആദ്യ വാർത്തയിലേക്ക്. അദാനിക്കെതിരെ CBI അന്വേഷണം വേണമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. പാർലമെന്റിൽ വിഷയമുന്നയിക്കും. ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് നാണക്കേടാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും D രാജ 24-നോട് പറഞ്ഞു. The present government, Mr. Modi, they protect the corporate house, Mr. Adani. This issue has been raised inside parliament, outside parliament. Government doesn't give any responsible answer, reasonable answer. Mr. Modi claims he is non-biological creature. What is happening with our corporate houses, indigenous corporate houses, who are being supported by Mr. Modi and his government? This is a serious matter. Dependable agency which can go into the depth of this case and investigate. But finally CBI is under Home Ministry, under the government. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇതിൽ കോൺഗ്രസ് JPC അന്വേഷണം വേണമെന്ന് പറയുന്നു, ഇവിടെ CBI അന്വേഷണത്തെക്കുറിച്ച് പറയുന്നു. ഏതായാലും വരുന്ന പാർലമെന്റ് സമ്മേളനം ഇപ്പോൾ ഈ മാസം അവസാനം തുടങ്ങാനിരിക്കുകയാണ്, ശീതകാല സമ്മേളനം. ഈ വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദാനിയുടെ ഒരു വിശദീകരണവും ഇതിനിടെ വന്നിട്ടുണ്ട്. ഏത് തരത്തിലേക്ക് ഈ വിഷയം മുന്നോട്ട് പോകും? അനുജ, പാർലമെന്റിന്റെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ ഈ വിഷയം ഒരു വലിയ വിഷയമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. പാർലമെന്റിന്റെ കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലും അദാനിയുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചകൾക്ക്, പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. തീർച്ചയായും ഈ വിഷയവും പാർലമെന്റിൽ ഉയർന്നു വരും. അത് തന്നെയാണ് CPI ജനറൽ സെക്രട്ടറി D രാജയും വ്യക്തമാക്കുന്നത്. അദാനിക്കെതിരെ US-ൽ കേസെടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത് ഗൗരവതരമാണ്. നേരത്തെ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് JPC അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് കേൾക്കാൻ സർക്കാർ തയ്യാറായില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് രാവിലെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഉടൻ തന്നെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് JPC അന്വേഷണം എന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം CPI-യും CPIM-ഉം ഈ വിഷയത്തിൽ CBI-യുടെ അന്വേഷണമാണ് വേണ്ടത് എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള ഒരു കേസാണ്. അഴിമതിയാണ് വിഷയം. രാജ്യത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ അത് അന്വേഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഏജൻസി എന്നുള്ളത് CBI ആണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു CBI അന്വേഷണമാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന നിലപാടാണ് D രാജ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് നാണക്കേടാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അതേസമയം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. അനുജ, അതാണ് ഈ വിഷയം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് K സുധാകരൻ ആവശ്യപ്പെട്ടു. പദവിയിൽ തുടരാൻ അർഹതയില്ല, രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് K സുധാകരൻ പറഞ്ഞു. അദ്ദേഹം നിയമലംഘനങ്ങളും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇതിനു മുമ്പ് പലതും നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം രക്ഷപ്പെട്ടത് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ ഇക്കുറി അത് പൊളിഞ്ഞുപോയി. അതുകൊണ്ട് അതിൽ കുടുങ്ങി നിൽക്കുക. ഞാൻ ചോദിക്കുന്നത്, ഒരു ഭരണഘടന, ഒരു മന്ത്രിയല്ലേ, മന്ത്രിക്ക് അവനവൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഭരിക്കാൻ കയറുന്നത്. ആ സത്യപ്രതിജ്ഞ പോലും ലംഘിക്കപ്പെടുന്നു എന്ന് വന്നാൽ എന്ത് ചെയ്യും? മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ? ഇല്ല. പിന്നെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയായതുകൊണ്ട് എന്തു ആവാം, എല്ലാം നിയന്ത്രിക്കുന്നത് പോലീസും ഉദ്യോഗസ്ഥന്മാരുമാണ്. ആ നിലയിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടാവും. പക്ഷേ അത് സ്വപ്നമാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിക്കാൻ പിണറായി വിജയൻ എന്ത് അർഹതയെന്ന് KPCC അധ്യക്ഷൻ ചോദിച്ചു. വിമർശനം ജനം ഉൾക്കൊള്ളില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരുച്ചരിക്കാൻ പിണറായി വിജയൻ അർഹതയില്ലെന്നും K സുധാകരൻ പറഞ്ഞു. പാണക്കാട് തങ്ങളുടെ മഹത്വം അല്പസ്വല്പ ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാവും. ഈ ബുദ്ധിയില്ലാത്തവനത് മനസ്സിലാവില്ല. അദ്ദേഹത്തെക്കുറിച്ച് എതിർക്കാനും വാക്ക് പറയാനും എന്ത് ധാർമ്മികമായ കരുത്താണ് പിണറായി വിജയന്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഉള്ള ആളാണ്, ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. അവർക്ക് കിട്ടുന്നത് കാച്ചി വിമർശിച്ച് നടക്കുക എന്നതിനപ്പുറത്ത് അതൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പിണറായി വിജയൻ അർഹതപ്പെട്ട നിയമത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്.
അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, അത് നാടിൻ്റെ കാഴ്ചപ്പാടല്ല. മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണമെന്ന് WCC ഹൈക്കോടതിയിൽ. സർക്കാർ നിയമം നിർമ്മിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്ന് WCC ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ WCC വിഷയത്തിൽ കോടതിയിലേക്ക് പോയിരിക്കുന്നു. അവരുടെ ആവശ്യം എന്താണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് WCC ഹൈക്കോടതിയിൽ തങ്ങളുടെ ആവശ്യം അറിയിച്ചത്. മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണം എന്നാണ് WCC ആവശ്യപ്പെടുന്നത്. സർക്കാർ നിയമം നിർമ്മിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്നും ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായ സർക്കാർ നിയന്ത്രണമാണ് സിനിമാ മേഖലയിൽ WCC ആവശ്യപ്പെടുന്നതെന്ന് ചുരുക്കം. ശ്രീകാന്ത് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വണ്ടൂർ KCB ഓഫീസിൽ ജീവനക്കാരന് മർദ്ദനം. ലൈൻമാൻ സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ സക്കറിയ സാദിഖ് എന്നയാൾ കസ്റ്റഡിയിലാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, വിശദാംശങ്ങൾ. അനുജ, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ വണ്ടൂർ KCB ഓഫീസിലെത്തിയാണ് ഈ സക്രിയ സാദിഖ് എന്ന് പറയുന്നയാൾ ഈ സുനിൽ ബാബു എന്ന് പറയുന്ന ലൈൻമാനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. അതായത് ഈ സുനിൽ ബാബു സക്രിയയെ വിളിച്ച് ഈ താങ്കളുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ കട്ട് ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ബില്ല് അടയ്ക്കേണ്ടതിന് അവസാന ഘട്ടമായ സമയത്താണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകാനായി മൊബൈൽ ഫോണിൽ വിളിച്ചത്. ഇത് കേട്ട് പ്രകോപിതനായ ഈ സക്രിയ സാദിഖ് നേരെ വണ്ടൂർ KCB ഓഫീസിലേക്ക് വരികയും ഇത് വിളിച്ചത് ചോദ്യം ചെയ്ത് ഈ സുനിൽ ബാബുവിനെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് എന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സക്രിയ സാദിഖ് ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ ആ കത്തിയുമായാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏറെ നേരം ഈ സുനിൽ ബാബുവിനെ നേരെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും സുനിൽ ബാബുവിനെ മർദ്ദിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച അവർക്ക് നേരെയും ഇദ്ദേഹം തട്ടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പരിക്കേറ്റ സുനിൽ ബാബു നിലവിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. സുനിൽ ബാബുവിന്റെ പരാതിയിൽ അക്രമിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈദ്യുതി ബില്ലടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനാണ് വണ്ടൂർ KCB ഓഫീസിൽ ജീവനക്കാരന് മർദ്ദനം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മദ്യത്തിൽ ബാറ്ററി വെള്ളം ചേർത്ത് കഴിച്ച ഒരാൾ മരിച്ചു. വണ്ടിപ്പെരിയാർ സ്വദേശി ജോബിനാണ് മരിച്ചത്. സുഹൃത്ത് പ്രഭു ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. അനുജ, തമിഴ്നാട് തിരുപ്പൂരിൽ മരിച്ച സുഹൃത്തിന്റെ മൃതദേഹവുമായി വന്ന ആംബുലൻസിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെ 1 മണിയോടുകൂടി കുമളിയിലെത്തിയ 5 പേരടങ്ങുന്ന സംഘമായിരുന്നു ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. അതിൽ ഈ 2 പേർ, അതായത് ജോബിനും അതുപോലെ തന്നെ പ്രഭുവും ഒഴികെ ബാക്കി 3 പേർ വാഹനത്തിന് പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോയി. അതിനിടയിലാണ് ഈ ജോബിനും സുഹൃത്ത് പ്രഭുവും മദ്യം കഴിക്കുന്നത്. മദ്യത്തിൽ വണ്ടിയിൽ ആംബുലൻസിന്റെ ബാറ്ററിയിൽ ഒഴിക്കാൻ വെച്ചിരുന്ന ബാറ്ററി വെള്ളം മദ്യത്തിൽ കലർത്തി കുടിച്ചതോടുകൂടിയാണ്, അറിയാതെ കഴിച്ചതാണ്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദേഹാസ്വസ്ഥയെ തുടർന്ന് ഉടൻ തന്നെ കുമളിയിലെ ആശുപത്രിയിൽ ഈ ജോബിനെയും പ്രഭുവിനെയും അഡ്മിറ്റ് ചെയ്തെങ്കിലും ആ കുമളിയിൽ വെച്ച് തന്നെ ജോബിൻ മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ പ്രഭു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നോ. ADM K നവീൻ ബാബുവിന് നീതി ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരള പോലീസ് അന്വേഷിച്ചാൽ കേസ് തെളിയില്ല. കളക്ടറുടെ റോൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് കുടുംബം തീരുമാനിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിനകത്ത് കളക്ടറുടെ റോള് ഇതുവരെ വ്യക്തമാകുന്നില്ല. ആ കുടുംബം അതുകൊണ്ട് തന്നെയാണ് കളക്ടറെ കാണാൻ പോലുമുള്ള അവസരം കൊടുക്കാതിരുന്നത്. കുടുംബമാണ് തീരുമാനിക്കേണ്ടത് ഇനി വേറെ ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അവർ ആവശ്യപ്പെട്ടാൽ ആ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങളും തയ്യാറാകും. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇത് ഗുണകരമാകുമോ എന്നുള്ള സംശയം ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. എറണാകുളം ചെറായി ബീച്ചിൽ വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടു. കടലിൽ കുളിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്തി. കാണാതായ വിദ്യാർത്ഥിക്കായി തെരച്ചിൽ തുടരുകയാണ്. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചെറായിൽ നിന്നുണ്ട്. അമൽ, ഇത് എത്ര വിദ്യാർത്ഥികളാണ് ആകെ ഉണ്ടായിരുന്നത്? 2 പേർ മാത്രമായിരുന്നോ? ഇപ്പോൾ എങ്ങനെയാണ് കാണാതായ മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ?
അനുജ 8 അംഗം വിദ്യാർത്ഥികളായിരുന്നു ചെറായിൽ കുളിക്കുവാൻ വേണ്ടി എത്തിയിരുന്നത്. ഇവർ കുസാറ്റിലെ വിദ്യാർത്ഥികൾ, IT വിദ്യാർത്ഥികളായിരുന്നു. ബീഹാർ സ്വദേശികളായിരുന്നു ഈ 8 പേരും. ഇവരിൽപ്പെട്ട 2 പേർ കടലിലേക്ക് ഇറങ്ങിയായിരുന്നു. നമുക്കറിയാം ചെറായിലെ തിരകളെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ കുറച്ചധികം അപകടകരമായിട്ടുള്ള തിരയാണ് ചെറായിൽ ഉണ്ടാവാറുള്ളത്. ഈ അപകടം അറിയാതെ തന്നെ കടലിൽ കുളിക്കുക, അത്ര വലിയ ആഴമുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ആഴത്തിന്റെ കുറവുണ്ട് എങ്കിൽ തന്നെയും വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നീന്താൻ വശമുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും 2 വിദ്യാർത്ഥികളായിരുന്നു കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. അതിനിടയിലാണ് ഈ 2 പേരും കടലിൽ പെട്ടുപോകുന്നു, അപകടത്തിനിടയാവുന്നുവെന്ന് ഈ തീരത്തുണ്ടായിരുന്ന മത്സ്യബന്ധനത്തിനും മറ്റും പോകുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത്. അവരാണ് ആദ്യം തന്നെ ഈ കൈയിട്ട് അടിക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ കാണുന്നതും അത് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതും. സാർ, എന്തായിരുന്നു സംഭവിച്ചത്? എപ്പോഴത്തോടു കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്? കുറച്ച് മുമ്പാണ്, 1 മണിക്കൂറായിട്ടുണ്ടാവും, ഒരു ഏകദേശം അരമണിക്കൂറായിട്ടുണ്ടാവും. ഇവർ 8 പേര് കുസാറ്റിലെ 8 കുട്ടികളാണ്. അവർ കുളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ 2 പേരാണ് വെള്ളത്തിൽ പോയത്. അപ്പോൾ ഒരാളെ മീൻപിടുത്തക്കാർ രക്ഷപ്പെടുത്തി, ഒരാളാണ് വെള്ളത്തിൽ പോയിരിക്കുന്നത്. ചമ്പാരൻ സ്വദേശിയായിട്ടുള്ള, ബീഹാറിലെ ചമ്പാരൻ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹാഷ്മിയാണ് ഇപ്പോൾ കടലിൽ കാണാതായ. ഹാഷ്മിക്ക് വേണ്ടി ഈ തിരയുടെ ഒരു സ്വഭാവം ഇപ്പോൾ തിരച്ചിലിന് അനുകൂലമായിട്ടല്ല എന്നാണ് മത്സ്യബന്ധന ആളുകൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കൂട്ടുകാരെല്ലാം ഇവിടെ വളരെയധികം വിഷണ്ണരായിട്ടാണ് ഇരിക്കുന്നത്. ഹൗ ഡു യു ഫീൽ നൗ? ഡു യു ഹാവ് എനി ഹോപ്പ് ടു റിക്കവർ ഹിം? യു സ്റ്റിൽ ബിലീവ്? Yeah. What about is there any further information about his family or something like that? Is there contact you? We are contacting him. We are contacting them. Do you have any idea what to tell about them? Now Mohammed Hashmi is missing. Is he your dearest friend? What was the purpose of your visit? Just visiting the beach, that's why. Hey man, don't be cry. He will be all right. He will be all right. He will be all right. ചെറായ് ബീച്ചിലാണ് അപകടമുണ്ടായത്. 2 വിദ്യാർത്ഥികൾ അതിൽ അവർ കുളിക്കാനിറങ്ങുകയായിരുന്നു. 8 അംഗ സംഘമാണ്, കുസാറ്റിലെ വിദ്യാർത്ഥികളാണ്. അതിൽ ഒരാളെ കണ്ടെത്തി മറ്റേയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അമൽ സുരേന്ദ്രൻ വീണ്ടും. അമൽ, ഇപ്പോൾ മറ്റേ വിദ്യാർത്ഥിക്കായുള്ള തെരച്ചിൽ അത് തുടരുന്നു. ഏത് തരത്തിലേക്കാണ് ഊർജിതമായി തന്നെയുള്ള തെരച്ചിൽ? അനുജ, ഇപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളാണ് ഇപ്പോൾ തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെയുള്ള ലൈഫ് ഗാർഡ്സ് ഒന്നും ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ ലൈഫ് ഗാർഡ്സിനേക്കാൾ കൂടുതലായിട്ട് മത്സ്യബന്ധന തൊഴിലാളികളാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ തിരയുടെ സ്വഭാവമാണ് തിരച്ചിലിന് വെല്ലുവിളിയായി മാറുന്നതെന്നാണ് നമുക്ക് അവരിൽ നിന്നും കിട്ടുന്ന പ്രാഥമികമായ വിവരമെന്ന് പറയുന്നത്. ഇപ്പോൾ മത്സ്യബന്ധന തൊഴിലാളിയായിട്ടുള്ള ഒരാൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? 4:30 ആയിട്ടുണ്ട്. 4:30 ആയപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇത് ചേട്ടൻ കണ്ടിരുന്നു, അവര് പോകുന്നത് കണ്ടിരുന്നു? ഇല്ല. ഞാൻ ലൈഫ് ഗാർഡാണ് അവിടുത്തെ, ബീച്ചിലായിരുന്നു നിന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നോക്കിയപ്പോ എന്തൊരു അപകടം പോലെ നമ്മളവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇവിടുന്ന് ആൾക്കാർ ഓടി വന്ന് പറഞ്ഞ 2 പേര് അപകടത്തിൽ പെട്ടെന്ന് പറഞ്ഞു. ലൈഫ് ഗാർഡ്സ് ആണോ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്? ലൈഫ് ഗാർഡ്സ് ആണ്. നാട്ടുകാർ 2 പേര് സഹായിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായിട്ട് ഒരാളെ കണ്ടെത്തിയല്ലോ, അയാളുടെ നില എങ്ങനെയാണ്? അയാളെ ഇത്തിരി ചെറിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിലും രക്ഷപ്പെടാൻ 100% സാധ്യതയുണ്ട്. അനുജ, അങ്ങനെ തന്നെയാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമൊന്നുമല്ല. അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരാളെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് തന്നെ അയാളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുകയുണ്ടായിട്ട് തങ്ങൾക്കൊപ്പം ഒരു സന്തോഷമായിട്ട് ഒരു സായാഹ്നം ആസ്വദിക്കാൻ വേണ്ടി ഈ തീരത്തിലേക്ക് എത്തിയതാണ് തന്റെ സുഹൃത്തുക്കൾ. അവരെ കൂടാതെ തന്നെ ഇവിടെ അവരെ കണ്ടെത്തുമോ എന്ന ആശങ്കയിലൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ് ആ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. അവരുടെ കുടുംബത്തോട് എന്ത് പറയുമെന്നുള്ള ആശങ്കയിലാണ് അവർ പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും അവർക്ക് കുടുംബവുമായിട്ട് സംസാരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാർ, ഈ ഒരാളെ കണ്ടെത്താൻ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും തിരച്ചിൽ അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും തിരച്ചിൽ? ഇല്ല, ഇപ്പൊ മീൻപിടുത്തക്കാർ തിരയുന്നുണ്ട്. ഫയർഫോഴ്സ് ഇപ്പൊ തന്നെ എത്തും, ബാക്കിയുള്ള നടപടികൾ ചെയ്യും. ഈ അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സായാഹ്നമാണിതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല അനുജ. ശരി. ചെറായ് ബീച്ചിലാണ് ഒരു വിദ്യാർത്ഥിയെ കാണാതായത്. കടലിൽ പെട്ട് പോവുകയായിരുന്നു. മത്സ്യബന്ധന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിലവിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം കൂടി അങ്ങോട്ടേക്ക് എത്തുമെന്നതാണ് പോലീസ് അറിയിച്ചത്.
കൊച്ചി പള്ളുരുത്തിയിൽ നിന്ന് 200 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. അഖിൽ സന്തോഷിനെയാണ് ഒഡീഷയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കൊച്ചിയിലെത്തിച്ചു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഒഡീഷയിലെത്തി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അയാളെ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, 1 വർഷം മുൻപാണ് ഒറീസയിൽ നിന്ന് കഞ്ചാവ് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന കേസിൽ 200 കിലോ കഞ്ചാവുമായി പോലീസ് പള്ളുരുത്തിയിൽ വെച്ച് ചിലരെ പിടികൂടുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിലാണ് പ്രധാന പ്രതി മലയാളിയാണ് എന്നുള്ള വിവരം ലഭിക്കുന്നത്. പക്ഷേ ഇയാൾ ഒറീസയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഒറീസയിലെത്തി പ്രത്യേക സംഘമാണ് പ്രതി അഖിൽ സന്തോഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്ന് തന്നെ 2 ഒറീസ സ്വദേശികളെ കേസിൽ നേരത്തെ പോലീസ് കണ്ടെത്തി ഇവർ ജയിലിലായിരുന്നു. ജയിൽ മോചിതരായ ശേഷം അവിടെ നിന്ന് ആ പ്രതികളെയും ഉൾപ്പെടെയാണ് കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവരെ DCP മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കും. അവിടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ പിടികൂടിയ ഏറ്റവും വലിയ കഞ്ചാവ് കേസുകളിൽ ഒന്നിലെ പ്രതിയാണ് ഒറീസയിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്ത സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. വിഷയം ഗൗരവതരമെന്ന് ദേവസ്വം ബെഞ്ച്. മഴയും ഈർപ്പവും കാരണമാകാം പൂപ്പൽ പിടിച്ചതെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എന്താണ്? കഴിഞ്ഞ ദിവസം കൊച്ചി സ്വദേശികൾക്കാണ് പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം കിട്ടിയെന്ന് പരാതി ഉയർന്നത്. അതിലിപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. വിഷയം ഗൗരവതരമെന്നാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. കേസ് തിങ്കളാഴ്ച പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ദേവസ്വം ബോർഡ് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. മഴയും ഈർപ്പവും കാരണമാകാം പൂപ്പൽ പിടിച്ചതെന്നും അവ വിതരണം ചെയ്യില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ബോർഡ് പറയുന്നു. ഇക്കാര്യത്തിൽ രേഖാമൂലം മറുപടി നൽകാനും തയ്യാറാണെന്ന് ബോർഡ് അറിയിച്ചു. രാവിലെ അമിക്കസ് ക്യൂറിയോടും കോടതി വിവരങ്ങൾ തേടിയിരുന്നു. എന്തായാലും തിങ്കളാഴ്ച കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. ശരി, ശബരിമലയിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്തതിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഈ കേസ് തിങ്കളാഴ്ചയാകും പരിഗണിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം വൈകുന്നു. 2 മണിക്ക് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് വൈകുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 347 യാത്രക്കാർ വിമാനത്തിലുണ്ട്. YS അഭിനന്ദ് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, വിമാനം വൈകുന്നു എന്നുള്ളത് പുതിയ വാർത്തയൊന്നുമല്ല. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവവികാസം എന്താണ്? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്താവളത്തിൽ വിമാനം വൈകുന്ന ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനമാണ് വൈകിയിരിക്കുന്നത്. 2 മണിക്ക് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഇപ്പോൾ വൈകുന്ന സാഹചര്യമുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം 347 യാത്രക്കാരാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ടായിരുന്നത്. കൃത്യം 2 മണിക്കായിരുന്നു കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടേണ്ടത്. 11 മണിക്ക് ബോർഡിംഗ് പാസ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം യാത്രക്കാർ വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചതാണ്. പിന്നീട് അവർ ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോഴും അവർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും ലഭ്യമാക്കുന്നില്ല എന്നുള്ള പരാതി കൂടി ഉയർന്നു വരുന്നുണ്ട്. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം വൈകുന്നത് എന്നാണ് എയർപോർട്ട് അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ മറ്റൊരു വിമാനം ഉടൻ തന്നെ എത്തി യാത്രക്കാരെ അതിനകത്തേക്ക് മാറ്റുമെന്നതാണ് ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വിമാനം ഇപ്പോൾ വൈകുന്നത് ഏതാണ്ട് 5 മണിക്കൂർ പിന്നിട്ടതോടുകൂടി യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുജ, ഇപ്പോൾ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഡോക്ടർ സാഖി ജോൺ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ സാഖി, ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. 2 മണിക്ക് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ്. 347 യാത്രക്കാരുണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിലവിൽ നിങ്ങൾക്ക് എന്താണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്? ഞങ്ങൾക്ക് ഇത് എയർ ഇന്ത്യയുടെ AI419 എന്ന് പറയുന്ന ഡൽഹിക്കുള്ള വിമാനമാണ്. ഏതാണ്ട് 11 മണിക്ക് മിക്കവാറും എല്ലാവരും ഇവിടെ ചെക്ക് ഇൻ ചെയ്താണ്. 44 പാസഞ്ചേഴ്സ് ഉണ്ട് ഇവിടെ. മറ്റുള്ള ഫ്ലൈറ്റിൽ എത്രമാത്രം സീറ്റുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഞങ്ങളെ കയറ്റിവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങള്, പ്രായമുള്ളവര്, സ്ത്രീകള്, റൈറ്റ്. എയർ ഇന്ത്യക്ക് നമ്മൾ ആഹാരത്തിനൊക്കെ പൈസ പേ ചെയ്താണ്. എന്നിട്ട് പോലും ഏതാണ്ട് 1 മണി തൊട്ട് 5 മണി വരെ നമുക്ക് ഈ ഫ്ലൈറ്റിനകത്തിരുന്നിട്ട് വെള്ളം പോലും തരുവാൻ അല്ലെങ്കിൽ ആഹാരം പോലും തരുവാനായിട്ട് അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് ശരിക്കും ഈ ഒരു എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ അനാസ്ഥയാണ്. അവരുടെ ഹോസ്പിറ്റാലിറ്റിയിൽ നിന്നും
എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. അതെ, ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് മറ്റ് സംവിധാനം ഉണ്ടാകും എന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ മറ്റുള്ള എയർ ഇന്ത്യ മറ്റൊരു വിമാനം അറേഞ്ച് ചെയ്തിട്ടില്ല. മറ്റ് വിമാനത്തിൽ വേക്കൻറ്റ് സീറ്റിനനുസരിച്ച് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യും. ഒരുപക്ഷെ നാളെ രാവിലെ വരെ അത് തുടരാം. കാര്യം ഇതിനകത്ത് 344 പാസഞ്ചേഴ്സ് ഉണ്ട്. അവരെ ഒരു ഫ്ലൈറ്റിലോ 2-3 ഫ്ലൈറ്റിലോ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അപ്പം വേക്കൻസി അനുസരിച്ച് അതിനകത്ത് സീറ്റ് അവൈലബിൾ. അതായത് എത്ര സമയം ഇങ്ങനെ തുടരേണ്ടി വരും എന്നുള്ളതിൽ അതൊരു അനിശ്ചിതാവസ്ഥയാണ്. ഭക്ഷണവും വെള്ളവും ഒന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. അനിശ്ചിതാവസ്ഥ തന്നെയാണ്. താങ്ക് യു ഡോക്ടർ സാഖി ജോൺ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് എയർ ഇന്ത്യ വിമാനം വൈകുന്നു എന്നത്. 2 മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇനിയും പുറപ്പെട്ടിട്ടില്ല. 400-ലേറെ യാത്രക്കാരുണ്ട്. ഭക്ഷണവും വെള്ളവും നൽകിയിട്ടില്ല. ഇതിനെല്ലാം പൈസ നൽകിയതാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഇതുവരെ ഭക്ഷണവും വെള്ളം പോലും ഇല്ലാതെ മണിക്കൂറുകളായി അവർ അവിടെ തുടരുകയാണ്. ബദൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോഴും പകരം വിമാനം എന്നുള്ളതല്ല, നിലവിൽ പോകുന്ന വിമാനത്തിൽ സീറ്റുകളുടെ അവൈലബിലിറ്റി നോക്കി യാത്രക്കാരെ കയറ്റിവിടാം എന്നുള്ള ഒരു വാഗ്ദാനം മാത്രം. അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് എന്നതാണ് യാത്രക്കാരൻ പറഞ്ഞത്. ഇന്ന് ഇതുവരെ അവസാനിക്കുകയാണ്.